എന്തൊരു വേഷമാടി ഇത്, നാണമില്ലേ? ആൾക്കാർ കണ്ടാൽ എന്തോ പറയും. നീ ഇവിടുത്തെ അമേരിക്കക്കാരി എന്ന് വിചാരിക്കും. ഓ, എന്തൊരു കസർത്ത്. പേര് പൊടി അകത്ത്. എന്തുടുക്കണം, എന്ത് ധരിക്കണം എന്നുള്ളത് എന്റെ പേഴ്സണൽ മാറ്റർ. അതിൽ കയറി ആരും കൈകടത്തണ്ട. തമ്പുരാട്ടി, ഈ കസർത്ത് അങ്ങ് അടുക്കളയെ കാണിച്ചാൽ മതി. ഇനി നീ മിക്സി ഉപയോഗിക്കരുത്, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത്. നീ എല്ലാം കൈകൊണ്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞത് കേട്ടല്ലോ. ഓ, അപ്പടെ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. കറണ്ട് ബില്ല് ലാഭിക്കാനുള്ള പരിപാടിയല്ലേ? ഇതൊക്കെയല്ലേ എന്റെ മേലെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ ഡ്രസ്സ് അത് എന്റെ ഇഷ്ടം, എന്റെ അവകാശം. കേട്ടോ പപ്പ? നിനക്കുള്ള പണി ഇപ്പൊ തരാം. ഞാൻ മോനെ കണ്ടിട്ട് പറഞ്ഞു. ശൈലിനെ കണ്ടിട്ട് പറഞ്ഞു. എടാ സൈനു, ദേവിയെ കണ്ടോടാ? അവിടെ എവിടെങ്കിലും കാണും, പോയി നോക്കൂ. എടാ, അവിടെ പുതിയ രീതിയൊക്കെ തുടങ്ങിയടാ. അറിഞ്ഞില്ലയോ ഗ്രഹനാഥൻ കിഴങ്ങ എന്ന് വെച്ചാ തെളിച്ചു പറ പപ്പ. എടാ, അവള് മേൽ ജിമ്മ് തുടങ്ങിയടാ. വേഷമേ കുട്ടി നിക്കറും ഉടുപ്പുവാ. അപ്പച്ച, അവൾ എന്ത് ധരിക്കണമെന്നുള്ളത് അവളുടെ അവകാശം. പപ്പ അനാവശ്യം പറയരുത്. അത് തെറ്റായി കാണുന്നവന്റെ കണ്ണിലാണ് കുഴപ്പം. അങ്ങനെയാണല്ലോ. അപ്പൊ നിന്റെ അപ്പന്റെ കണ്ണിലാടാ കുഴപ്പം. നിന്റെ അപ്പനല്ലേ അവളെ അങ്ങനെ ഇറക്കി വിട്ടേക്കുന്നേ. എടാ, ഇത് നിന്റെ അപ്പന്റെ പരിപാടിയാടാ. അയാൾക്ക് കണ്ട് ആസ്വദിക്കാനാ. പപ്പയ്ക്ക് ഒരു അക്ഷരം മിണ്ടരുത്. അവളെ കുറ്റം പറഞ്ഞിട്ടെ എന്തോന്നാ ഇട്ടേക്കുന്നത്? നീ അങ്ങനെ വളർത്തൂടാ. അപ്പച്ച, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പച്ച? ഞാൻ അപ്പച്ചനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പച്ച? അപ്പച്ചനോട് എന്ന് സംസാരിക്കുന്ന കൂട്ടുകാരന്റെ പേരെന്താ അപ്പച്ച? ബേബി. പുള്ളി എനിക്കുള്ളൊന്ന് പരിചയപ്പെടുത്തി തരാമോ അപ്പച്ച? എന്നാ നമ്മൾ തമ്മിൽ ഇനി എന്നാ പറയാനാ അപ്പച്ച? നമ്മൾ 3 പേരും കൂടെ ആവുമ്പോൾ അതൊരു ഉഷാറല്ലേ? നീ കരുതുന്ന പോലെ ഉള്ള ഒരാളല്ലത്. അത് ആത്മാവാ. അതെല്ലാവർക്കും കാണാൻ പറ്റില്ല. അപ്പച്ചൻ കാണുന്നതോ, അപ്പച്ചൻ സംസാരിക്കുന്നതോ അപ്പച്ചൻ വിചാരിച്ച എനിക്കും അത് പറ്റും. ഞാൻ വിചാരിച്ച പറ്റില്ല. അത് ബേബിച്ചൻ തന്നെ വിചാരിക്കണം. എന്നാ ബേബിച്ചനോട് ചോദിക്ക്. ബേബിച്ചനെ വിളി. എനിക്ക് കാണാൻ തിടുക്കുവായി അപ്പച്ച. നീ ഇന്ന് തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മളിന്ന് എത്ര വിചാരിച്ചാലും ബേബിച്ചനെ ഇന്നത്തെ ദിവസം കാണാൻ പറ്റില്ല. അതെന്താ അപ്പച്ച? ഇന്നെന്തോ സ്വർഗത്തില് വിശേഷപ്പെട്ട ഒരു ദിവസം അത്രേ. എല്ലാരും അവിടെ തന്നെ വേണമെന്ന്. ഇന്ന് തലയെണ്ണുന്ന ദിവസമാണ്. അതിന് ഏതോ വിശുദ്ധന്മാരൊക്കെ വരുമെന്ന്. ഈ തലയെണ്ണുമ്പോഴേ നമ്മുടെ ബേബിച്ച് അവിടെ ഇല്ലെങ്കിൽ അയാൾ പിന്നെ നരകത്തിലേക്ക് പോണ്ടി വരും. നമ്മൾ ഈ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി തരുമെന്ന്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നീ പറയുന്ന പോലെ ഈ സ്വർഗത്തിൽ പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അയ്യോ, അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ വിചാരിച്ചൊന്ന് ഫ്രീ ബേഡായി നടക്കാമെന്ന്. അതൊക്കെ നീ ബേബിച്ചിനോട് തന്നെ നീ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ എന്റെ ഉദ്ദേശം. മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് എനിക്കറിയണം. ഏതായാലും ഇന്നത്തെ കണക്കെടുപ്പ് ദിവസം കൊണ്ട് കഴിയട്ടെ. ഞാൻ ചോദിക്കാം, നീ ഒന്ന് അടങ്ങടി. നീ ഒരു കാര്യം ചെയ്യേ, അപ്പൊ ചില കോലമ്പഞ്ഞെടുത്തുണ്ടോ? ശരി അപ്പച്ച, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. വിളിക്കണേ അപ്പച്ച. ഇവിടെ ബേബിച്ച, നമ്മുടെ ബേബി അവിടെ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടടോ. തനിക്കൊന്ന് സഹായിച്ചു കൊടുക്കാവോ? താനൊന്ന് പോടോ. എന്നെ അതിനൊന്നും കിട്ടുന്നില്ല. ഞാൻ ഭൂമിയിൽ ജീവിച്ച അത്രയും പരിസ്ഥിതിയായി ജീവിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തിയത്. ഇനി എന്നെ സ്വർഗത്തിന് പുറത്താക്കാനുള്ള തന്റെ അടവാണ്. അത് നടക്കില്ല. തനിക്ക് വലിയ കടപ്പാണെങ്കിൽ താൻ പോയി സാധിച്ചു കൊടുക്കണോ? എന്തോന്നും തോന്നിയ ദിവസം താൻ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത്, താൻ എന്താ പറയുന്നേ? ഈ പറഞ്ഞു കയറുന്നതിന് മുമ്പ് കയറി വെടിവെക്കല്ലേ? വെടിവെക്കുന്ന ആരാന്ന് എനിക്ക് മനസ്സിലായി. അത് താനങ്ങ് ചെയ്താൽ മതി. താനൊക്കെ എങ്ങനെയാടാ സ്വർഗത്തിലെത്തിയത്? അവിടെ ചെന്നാണെങ്കിൽ ഈ വിശുദ്ധ ചിന്ത വേണ്ടേ? തന്നെയൊക്കെ തന്നെ മാനേജ്മെന്റ് വിട്ടാലാണോ സ്വർഗത്തിലെടുത്തത്? കഷ്ടം. എടോ, കഴിഞ്ഞ ദിവസം പത്രോസിലെ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സ്വർഗത്തിലായാലും പ്രലോഭനത്ത് വീടരുതെന്ന്. എങ്ങനെയാ പിശാചുക്കൾ ഉണ്ടായത്? മാലാഖമാർ തെറ്റ് ചെയ്തപ്പോഴാണ്. അറിവ് പോട്ടെ, താൻ കാര്യം പറ. അവൾ എന്താ ആവശ്യപ്പെട്ടത്? പൊന്നോ പണമോ ഒക്കെയാണോ? അതൊന്നും അല്ലടോ, അവൾക്ക് തന്നെ ഒന്ന് കാണണം. അത് പറ്റില്ല. താൻ എന്റെ പ്രായമുള്ള ആളായതുകൊണ്ടും താൻ ഒരു പുരുഷനായതുകൊണ്ടും ഞാൻ കൂട്ടുകൂടിയതാ. അവളൊരു പെണ്ണല്ലേ, അതും അതീവ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി. അതിനെന്താടോ, സ്വർഗത്തിൽ സുന്ദരിമാരില്ലേ? അങ്ങോട്ട് ധരിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടുണ്ടോ? എടോ, അവിടെ അതിന് ശരീരമില്ല, ആത്മാവാണും പെണ്ണും. എടോ കോപ്പേ, താൻ തന്നെ പറഞ്ഞല്ലേ താനൊരു ആത്മാവാന്ന്. ഈ ആത്മാവും വെച്ചോണ്ട് ഒരു പെണ്ണിന് താൻ എന്തോന്ന് ഒലത്താനാ? എടോ, താൻ ഏതായാലും
അപ്പനെ നിന്ന് പരിചയപ്പെടും. നല്ല കുട്ടിയാടോ. തന്നെ പോലെ തന്നെ അവളും എനിക്കൊരു ആശ്വാസം ജീവിതത്തിൽ. ഓക്കേടോ, സമയമാകുമ്പോൾ ഞാൻ പരിഗണിക്കാം. ദേവി, പണി പാണി ഈ വേഷത്തിൽ വന്നാൽ പറ്റില്ല. ചെറുപ്പക്കാരിയാണെന്ന് വിചാരിച്ച ഇങ്ങനെ വന്ന്, ഇനി മറ്റേ വേഷത്തിൽ വരാം. ദേവി, അയ്യോ ആരാ? ഞാൻ ചാക്കോച്ചൻ പറഞ്ഞിട്ട് വരികയാണ്. അയ്യോ വേവിച്ച്, എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വേവിച്ചൻ തന്നെയാണോ? അയ്യോ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ചാക്കോച്ച, എന്നെ കൂടെ കൊണ്ടുപോ. ചാക്കോച്ച, എന്നെ കൂടെ കൊണ്ടുപോടൂ. എടോ ചാക്കോച്ച, എന്നെ കൂടെ കൊണ്ടുപോടൂ. ഇവിടെ താൻ വരണമെങ്കിൽ നിക്കറിടണം. ഞങ്ങൾ രണ്ടുപേരും നിക്കറിട്ടേക്കുന്നുണ്ടല്ലേ? എക്സർസൈസ് ചെയ്യണേ. നിക്കറാണോടോ? ആത്മാവെ, ഞാൻ എവിടെ നിക്കറൊപ്പിക്കാനോടോ? തന്നെ നിക്കറിങ്ങിതാ. എടോ, എന്റെ നിക്കർ കൂടി തന്നവർ ഞാനെങ്ങനെ പോകൂടോ? അതല്ല, ആത്മാവായി തനിക്ക് തവണ നിക്കറ്. എടോ കോപ്പ, തന്റെ പുറകെ ഓടിക്കാണ്. ഇതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്ന. അത് കൊല്ലാണ്. അതങ്ങ് മനസ്സിരിക്കട്ടെ. അത് പറ്റില്ല, നിക്കറ് വേണം. കാരണേ ദേവിക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നിക്കറ് നിർബന്ധമാ. ദേവി, നമ്മള് പോവാ. പിടിച്ചിരുന്നോ? ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ പിടിച്ചിരുന്നോ? താഴെങ്കിലേ പറഞ്ഞോ. ചാക്കോട്ടെ, താൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടല്ലോ എന്നെ കൂടെ കൊണ്ടുപോകണോ? നീ താൻ പോണോ? പെണ്ണുങ്ങളൊക്കെ ഉള്ള മുന്നോട്ട് പോകണം. ആ പോകുന്നത് നമ്മുടെ ചാക്കോച്ചനല്ലേ? ഏതാ പുറകിരുന്ന് പോകുന്ന പെണ്ണ്? അറിയില്ല. ഏതായിരിക്കും? അറിയില്ല. ഹലോ പപ്പ, ഞാനാ റോണിയ. നമ്മുടെ അപ്പച്ചനും ദേവിയും നമ്മുടെ വീട്ടിലുണ്ടോ? ഇവിടെ ഇല്ലടാ. അവര് ഹോസ്പിറ്റലിലോ പള്ളിയിലോ എവിടെയോ പോയേക്കുക. എന്തോന്നാ പപ്പ? അയ്യോ, ഉള്ളതാണോ പറഞ്ഞ നീ പറയുന്നേ? അവരെന്തൊക്കെയോ ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നു. നാട്ടുകാരൊക്കെ കണ്ടത് എന്തോ പറയും പപ്പ. നീ അവരെ തന്നെയാണോ കണ്ടത്? എടാ, വടി എടുത്ത് അടിച്ച് ഓട്ടിക്കിടാ രണ്ടിന്. അല്ല വേണ്ട, ഞാൻ സൈന്യം കൂട്ടി അങ്ങോട്ട് വരാം. എടാ സൈനു, നിന്റെ അപ്പനെ എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും പപ്പ. ഓ, നല്ല മറുപടി. ദേവി എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. നല്ല മറുപടി. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേടാ ചോദിച്ചത്. ഞാൻ പൊട്ടക്കണമെന്നല്ല. എന്നാ എവിടെ പോയാലും പപ്പ തന്നെ പറ. അറിയണമെങ്കിലേ പുറത്തൊക്കെ അങ്ങ് പോയി തിരക്കണം. നാട്ടുകാർ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുമ്പോ നീ മനസ്സിലാക്കിയോളൂ. മൈൻഡ് യുവർ വേർഡ്സ് പപ്പ. ചുമ്മാ അവര് പള്ളിയിലോ ഹോസ്പിറ്റലിലോ പോയതോ അല്ലായിരിക്കും. എനിക്ക് തോന്നിയ ദിവസമാണ് പറയുന്നത്. എന്നാടാ പള്ളിയിലെ പ്രാർത്ഥന മാറ്റി കടവിലാക്കിയത്? രണ്ടും കൂടെ നിക്കറിട്ടും കൊണ്ട് അവിടെ കസർത്ത് കാണിക്കുന്നു. പോയി നോക്കടാ. ഞാൻ പോകാം, പക്ഷേ തന്തയും മോനും കൂടെ ഇല്ലാത്ത കഥയാണ് മെലിഞ്ഞെന്നുണ്ടെങ്കിലേ എന്റെ തനി സ്വഭാവം മൂന്നെണ്ണം അറിയും. ഞാനും കൂടെ പോയെങ്കിലേ ഇവരെ തെളിവ് സഹിതം പിടിക്കാൻ പറ്റുള്ളൂ. എടാ മോനെ ഷൈനു, എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ അപ്പച്ച അങ്ങനെയല്ല. പിടി, എന്റെ കൈ പിടി. എന്റെ
ദൈവമേ, ഇതിനാണോ ഈ കിളവൻ ഇവിടെ കൊണ്ടുവന്നേ? ഞാനിപ്പോ ശരിയാക്കി തരാം, തെളിവ് സഹിതം. വീഡിയോ എടുത്തിരിക്കുന്നത് പോടാ, ജീവിതത്തിൽ ഒരു മകനും കാണാൻ വയ്യാത്തൊരു ഇതാടാ, പോടാ പോടാ. അങ്ങനെയുള്ള കാഴ്ചയാണെങ്കിലേ പപ്പയ്ക്ക് ആണെങ്കിൽ പിന്നെ എനിക്കും കണ്ടൂടെ? അത്ര നിർബന്ധമാണ് കാണാടാ.